ഇപ്പോ കഴിഞ്ഞ ദിവസം ബീഹാറിൽ ബങ്കിപ്പൂരിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPക്ക് ഒരു പരാജയം വന്നിട്ടുണ്ട്. ആ ഒരു വിഷയത്തിൽ ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും BJPയുടെ പരാജയം തുടങ്ങിയിരിക്കുന്നു, മോദിയുടെ പരാജയം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് സംഭവിച്ചത്? ഇതിലേ ഒരു നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊരു കാര്യം നമ്മൾ പറയാം. അത് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വോട്ടിങ്ങിനെ പറ്റി നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന സർക്കാരിനെതിരെ ആണ് ജനങ്ങൾ മുഴുവൻ ആളുകളും വോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അന്ന് ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൽ നിലവിൽ അവർക്കൊരു 81 ലക്ഷം വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം വോട്ട് ചെയ്യാതിരുന്ന ആളുകൾ വന്ന് മാക്സിമം വോട്ട് ചെയ്തു എന്നുള്ളതാണ് അവിടെ കാരണം. അപ്പോൾ അവരുടെ ബേസ് വോട്ട് അവിടെ നിന്നു എന്ന് പറഞ്ഞാൽ BJPക്ക് ഒരു ബേസ് ആയിട്ടുള്ള വോട്ട് ഉണ്ടെന്ന്, അത് ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ടെന്ന്. അപ്പോൾ നമ്മളൊരു 100 കോടി വോട്ടർമാരുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 25-26 കോടി വോട്ട് ഓൾറെഡി BJPക്ക് ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെന്ന്. അതിൻ്റെ മുകളിലേക്ക് മറ്റുള്ള ജനങ്ങളെ വോട്ടുകൾ ചെയ്തു വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് BJP തോൽക്കാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പം ഈ പറയുന്ന പല നിയോജകമണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ പോളിംഗ് ഒരു മിനിമം 54% എങ്കിലും പോളിംഗ് ഉണ്ടെങ്കിലാണ് BJPക്ക് ജയസാധ്യത വരും. മിനിമം കുറഞ്ഞത്. കാരണം വെച്ചാൽ അവർക്ക് എപ്പോഴും ഒരു 26-27% ബേസ് വോട്ട് ഓൾറെഡി ഉണ്ടെന്ന്. അപ്പോൾ ആ വോട്ടുകളിൽ കുറവ് വരുന്നൊരവസ്ഥ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് BJP തോൽക്കാം. അപ്പം അതിനർത്ഥം ജനങ്ങൾ അത്രമാത്രം വോട്ട് ചെയ്യാതിരിക്കുന്നു എന്നർത്ഥം. മനസ്സിലായില്ലേ? ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ പ്രതിപക്ഷം സർക്കാരിനെതിരെയുള്ള വോട്ടുകൾ മുഴുവനും ചെയ്യപ്പെടുകയും സർക്കാരിന് അനുകൂലമുള്ള വോട്ടുകൾ ചെയ്യാതിരിക്കുകയും ചെയ്യാമെന്ന്. നേരെ മറിച്ച് ഒരു പൊതു തെരഞ്ഞെടുപ്പ് പോലെയുള്ള അവസ്ഥ വരുമ്പോൾ, കാരണം ദേശീയ തെരഞ്ഞെടുപ്പെല്ലാം വരുന്ന സമയത്ത് ഇങ്ങനെയല്ല ജനങ്ങൾ വോട്ട് ചെയ്യുക. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിലവിലുള്ള ഗവൺമെൻറ്റിനെ തുടരണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യത്തിലേക്ക് വരുന്നു. അപ്പോൾ ഭൂരിപക്ഷം വരുന്ന ആളുകൾ വോട്ട് ചെയ്യാനാണ് സാധ്യത വരിക. അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന വോട്ടിംഗ് പോലെയല്ല വരിക. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് അത് സംഭവിക്കാനുള്ള ചാൻസ്. അതുകൊണ്ട് ഈ ഒരു പരാജയം കൊണ്ട് BJPക്ക് അടിയിളകിയെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. അവിടെ എത്ര ശതമാനം വോട്ടെടുപ്പ് നടന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം മൊത്തം എത്ര വോട്ടുണ്ടായിരുന്നു, എത്ര വോട്ട് പോൾ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് വന്നെങ്കിലാണ് നമുക്ക് ഇവിടെ ഇത് പറയാൻ പറ്റും. കാരണം മിനിമം നമ്മുടെ കണക്കിൽ ഒരു 54-55% ഒക്കെ മുകളിൽ വോട്ടിങ് വരികയാണെങ്കിൽ BJP തന്നെ ജയിക്കാനാണ് സാധ്യത വരിക. അതിന്റെ താഴെ വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. 34%. അപ്പൊ പിന്നെ സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് താല്പര്യക്കുറവുള്ളതുകൊണ്ടാണ് അവർ വോട്ട് ചെയ്യാതിരുന്നുണ്ടായിരിക്കാം. കാരണം സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പാർട്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷയങ്ങൾ താല്പര്യക്കുറവുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യാതിരിക്കാം. പക്ഷെ എതിരായിട്ട് വന്ന എതിരുള്ള വോട്ടുകൾ മുഴുവൻ ചെയ്യും. അപ്പൊ പൊതുവെ അങ്ങനെ തന്നെയാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും. സർക്കാരിനെതിരെയുള്ള വോട്ടുകളും ചെയ്യും, സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നൊരു പ്രവണത ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊരിക്കലും ദേശീയ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാവണം എന്നുള്ള സാധ്യത കാണുന്നില്ല. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇപ്പോൾ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് ഇത് മോദിയുടെ ഒരു പരാജയമായി കാണുന്ന ഒരു രീതിയിലേക്കാണ് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് അന്ന് ഉറങ്ങിയിട്ടില്ല, BJPയുടെ ദേശീയ അധ്യക്ഷൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിലേക്കാണ് പല പ്രമുഖ ചാനലുകളുടെയും ജേർണലിസ്റ്റുകൾ വീഡിയോകൾ വന്ന് പറയുന്നത്. അതിലെന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ? ഇതിലേ നമ്മൾ ഇപ്പം സത്യത്തിൽ ഈ ചെറിയ സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പ്രാദേശികമായ വ്യക്തിത്വങ്ങൾക്ക് വളരെ പ്രസക്തി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കാരണം പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ഏറ്റവും ശക്തനായ ഒരു നേതാവോടെ മത്സരിക്കുന്നു, പ്രാദേശികമായിട്ട് വളരെ ശക്തിയുള്ള ഒരാൾ എന്നൊക്കെ വരുമ്പോൾ ഒരു പക്ഷെ പ്രതിപക്ഷത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കാമെന്ന്. പക്ഷെ അതൊരിക്കലും BJPയുടെ എന്താ പറയുക മൊത്തം നമ്മൾ വാട്ടർ ലെവല് അളക്കുന്ന തരത്തിൽ ഇന്ത്യയിൽ മുഴുവൻ ഇങ്ങനെയാണ് എന്ന് കരുതുന്നത് ശരിയാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇത്ര തന്നെ നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞ പോലെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ 100 സീറ്റിൽ UDF ജയിച്ചിട്ട് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞാൽ പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, കൊല്ലം ജില്ല, കണ്ണൂർ ജില്ല പല സ്ഥലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൽ കുറവ് സംഭവിച്ചിട്ടില്ല. ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക തരത്തിലാണ് വോട്ടിങ്ങിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസ് വോട്ടിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള കുറവ് വന്നിട്ടില്ല എന്ന്. അല്ലെ BJPയുടെ ബേസ് വോട്ടിൽ അങ്ങനെ കുറവ് വരേണ്ട ചാൻസ് കാണുന്നില്ല. കാരണം പ്രതിപക്ഷ നിരകളിലുള്ള പ്രതിപക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളുടെ വോട്ടുകൾ ഒരു പ്രത്യേക തരത്തിൽ ഏകോപിക്കപ്പെടുന്ന ഒരു അവസരം ഉണ്ടെങ്കിലാണ് BJP തോൽക്കാനുള്ള ചാൻസ് ഉള്ളത്.
കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഒരു 100 കോടി ജനങ്ങളിൽ എങ്ങനെ പോയാലും ഒരു 70 കോടി വോട്ടർമാർ വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആ വോട്ട് ചെയ്യുന്നതിൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു 25-26 കോടി ഫിക്സഡ് വോട്ട് ഉണ്ടെന്ന്. അപ്പൊ ഇത്ര വോട്ട് നിലവിലുള്ളപ്പോ ബാക്കി അപ്പുറത്ത് വരുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ 45 കോടിയാണ്. ഈ 45 കോടി ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം വരണമെന്ന്. അത്തരം സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ലെന്ന്. കാരണം ഓരോ സംസ്ഥാനത്ത് കേരളത്തിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ വോട്ട് വേറെ, UDFന്റെ വോട്ട് വേറെ, BJPയുടെ വോട്ട് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നു. തമിഴ്നാട്ടിൽ തന്നെ നോക്കിയറിയാം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. അല്ല, പല സ്റ്റേറ്റിലും ഇങ്ങനെ ത്രികോണം ചതുഷ്കോണം മത്സരങ്ങളാണ്. നേരിട്ട് ഫൈറ്റ് ആയിട്ട് വരുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മധ്യപ്രദേശ്, രാജസ്ഥാന്, ഗുജറാത്ത് പോലെയുള്ള സ്റ്റേറ്റുകളാണ്. അവിടെ നിന്ന് BJP ആയിട്ട് നേരിട്ട് മുട്ടുന്നത് കോൺഗ്രസ് ആണ്. അവിടെ മറ്റുള്ള പാർട്ടികൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ട് BJPക്ക് നേരിട്ട് ശക്തമായ ഒറ്റയ്ക്ക് തന്നെ നിന്ന് ജയിക്കാൻ പറ്റുന്ന സംസ്ഥാനങ്ങൾ, അതിലെ സീറ്റുകളുടെ എണ്ണം തന്നെ നോക്കിയാൽ ഏവറേജ് ഒരു 180 സീറ്റ് വരെ ചാൻസ് ഉണ്ടെന്ന്. അപ്പം അവിടെ ഒന്നും കടപുഴകി പോകാനുള്ള ചാൻസ് കാണും. അങ്ങനെയാണെങ്കിൽ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് BJP ഇതേ അവസ്ഥ വെച്ചാണ് അവിടെ തോറ്റു പോകേണ്ടതായിരുന്നു. അത്തരം ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. ഭൂരിപക്ഷം കുറഞ്ഞു, അല്ലെങ്കിൽ ഭൂരിപക്ഷം ചെറിയ തോതിൽ കുറയുന്നൊക്കെ ചെയ്യുന്ന കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ വരുന്ന ചേഞ്ചസ് ആണെന്നാണ് നമുക്ക്. ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സ്ഥിതി ഇങ്ങനെ ആവണമെന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പ് പറയാം, 45 കോടി വോട്ട് ഓപ്പോസിറ്റ് ഉണ്ട്. ആ വോട്ടുകൾ ഏകോപിക്കാനായിട്ട് പറ്റുന്ന സാഹചര്യം ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ, ആ ഒരു സ്ഥിതി സംജാതമാവുകയാണെങ്കിൽ നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടി വരികയും കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്ത പോലത്തെ ഒരു രീതിയിലേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ BJPക്ക് തോൽക്കാൻ സാധ്യതയുണ്ട്. അല്ലാത്ത അവസ്ഥയിൽ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ നിരന്തരമായിട്ട് ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ നരേന്ദ്രമോദിയുടെ പരാജയം തുടങ്ങിയെന്ന് നിരന്തരമായിട്ട് പറയുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ? മോദിക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ? നമ്മൾ ഈ മാധ്യമങ്ങൾ കാണുന്ന, TV കാണുന്ന, അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ കാണുന്ന ഒരു പ്രത്യേക ശതമാനം ആളുകളാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇത് കണ്ടിട്ട് തീരുമാനം മാറ്റം വരാനൊന്നും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ കേരളത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പല സ്ഥലങ്ങളിലും വന്ന് നമ്മൾ മാധ്യമ ശ്രദ്ധയൊക്കെ കൊടുത്ത പല മണ്ഡലങ്ങളും നമ്മൾ വിജയിക്കുന്നില്ലല്ലോ. അപ്പൊ മാധ്യമങ്ങളിൽ അങ്ങനെ ഈ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആളുകൾ അങ്ങനെ കാണുന്നു എന്നും നമുക്ക് പറയാൻ പറ്റില്ല. മാധ്യമങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കണേന്ന് പറയുന്നത് ശരി. പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ പൊതുവെ ഒരു പാവങ്ങളും ഭയപ്പാടുള്ള ജനങ്ങളുമാണെന്ന്. അവർക്ക് അതാത് സമയത്ത് ആ സമയത്ത് അവരെ വികാരത്തിനനുസരിച്ചാണ് അവർ വോട്ട് ചെയ്യുക. ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയം തന്നെ നോക്കി അറിയുന്നത്. അവിടെ മാധ്യമങ്ങളും ഭൂരിപക്ഷം ഇതുകളും DMKക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് പ്രവചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ നമ്മുടെ സിനിമാ നടൻ വിജയാണല്ലോ അധികാരത്തിലെത്തി. അത് ജനങ്ങളാണ്. അവിടെ ജനങ്ങളുടെ മനസ്സ്, ആ മനസ്സിൻ്റെ ഉള്ളിലൊരു വികാരം, അതേപോലെ ഒരു വികാരത്തിലാണ് വോട്ടിങ് വരിക. മാധ്യമങ്ങൾ വിചാരിച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ള അവസ്ഥ നമുക്ക് പറയുന്നത് ശരിയല്ല. കാരണം കഴിഞ്ഞ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളുടെ ശ്രമം കൊണ്ടല്ല ഇടതുപക്ഷം പരാജയപ്പെട്ടു. കാരണം അങ്ങനെ പരാജയപ്പെടണമെങ്കിൽ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഇടതുപക്ഷം തൂത്തെറിയപ്പെടേണ്ടതായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന്. കാരണം ഈ മാധ്യമങ്ങൾ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല കേരളത്തിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതുപോലെ ചാത്തന്നൂര് BJP ജയിച്ചു, മറ്റുള്ള മണ്ഡലത്തിൽ BJP പരാജയപ്പെട്ടു. കാരണം BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ കുറഞ്ഞു. അല്ല, തൃശ്ശൂര് സുരേഷ് ഗോപി നിന്നപ്പോൾ ഇഷ്ടം പോലെ കിട്ടിയ വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറവാണ് സംഭവിച്ചത്. അപ്പം മാധ്യമങ്ങൾ ശക്തമായ പ്രചാരണം കാര്യങ്ങൾ നടത്തി വെച്ചിട്ട് അത് വോട്ടായി മാറണമെന്നില്ല. ചെറിയ തോതിൽ ബാധിക്കാന്നല്ലാണ്ട് അങ്ങനെ വരുന്നില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. ഓക്കെ.